Hey guys, welcome back to my channel Gaming Magic guys. അപ്പോൾ കണ്ടായിരിക്കും ഗൈസ്, നമ്മൾ ഫ്രീ ഫയർ മാറ്റി F1 മാനേജറിലോട്ടായി ഗൈസ്. ഒരു ഗെയിം F1 മാനേജർ എന്ന് പറയുന്നൊരു റൈസിങ് ഗെയിം ഗൈസ്. ആദ്യം ഫ്രീ ഫയർ ഒന്ന് ഇവിടെയാണ്. കാരണം ഗൈസ് ഫ്രീ ഫയർ എൻ്റെ ഫോണിൽ ഇനി നിൽക്കില്ല ഗൈസ്, കാരണം സ്പേസ് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഗൈസ് F1 മാനേജർ എന്ന് പറയുന്ന ഒരു കിടുക്കാച്ച റൈസിങ് ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഗെയിം തന്നെയാണ്. ഒരു കിടുക്കാച്ച ഗെയിം തന്നെയാണ്. കാണാൻ പറയുന്ന കുറേ ഒക്കെ കളിച്ചു അത്ര ഫാൻസിനുണ്ട്. പക്ഷെ 50 75 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. സോ ഈ കളി 2 കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റൊക്കെ കഴിഞ്ഞത് ഗോൾഡൻ സ്കിന്നൊക്കെ ഉണ്ടല്ലോ. ഇതൊന്ന് ലീവ് കൊടുക്കണം. സോ ഇതാണ് ആ സമയം. എല്ലാം സെറ്റാണ്. കൺട്രിയൊക്കെ നോക്കുന്നത് നമുക്ക് എന്താ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് വീഡിയോ വയ്ക്കാനാണ്. നമ്മളെല്ലാം അടിച്ചു കൊടുത്തു. മ്യൂസിക് നമ്മളൊന്ന് ഓഫ് ചെയ്യണം. മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്യാണ്. സോ മ്യൂസിക് ഇതുപോലെയായിട്ട് കുറച്ചിട്ടുണ്ട്. സോ ടെമ്പറേച്ചർ അങ്ങനത്തെ കുറച്ച് കുറേ കാര്യങ്ങൾ ഉണ്ട്. സോ ഒരു കളി നിങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരാം. സോ ഈ കളിക്ക് ചിലപ്പോൾ തോക്കാക്കാൻ സാധ്യതയുണ്ട്. സോ ഞാൻ അത്ര ബിഗിനിങ് ആണ്, അതുകൊണ്ട് ഞാൻ 3 കളിയൊക്കെ കളിച്ചിട്ടുണ്ട്. സോ വേറൊരാൾക്ക് നമ്മൾ നേരത്തെ എനിക്കൊരു അപ്പൂപ്പനായിട്ടാണ് എടുത്ത് വെച്ചത്. എന്താണ് നേരത്തെ ഒരു അപ്പൂപ്പനെ പോലത്തെ ഒരാളായിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ ജോൺ എന്ന് പറയുന്ന ഒരാളാണ്. സോ ഇതിൻ്റെയൊക്കെ റിയലാണെന്ന് നമുക്കറിയില്ല. അത് നേരത്തെ ഈ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു. അതായത് പിറ്റ് ഷോപ്പൊക്കെ നമുക്ക് ചെയ്യാം, ടയർ മാറ്റാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് നമ്മൾ ഫ്രീ ഫയർ വിട്ടതിന് നമ്മൾ സ്റ്റോറേജ് തികയുന്നില്ല ഗൈസ്. ഫോൺ അടിച്ച് അങ്ങനെ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗൈസ് ഫ്രീ ഫയർ മാറ്റി. പക്ഷേ ഇതിന് 200 സംതിങ് 300 വരും എൻ്റെ MB ഗൈസ്. ഒരു പിടിക്കാച്ച ഒരു ആപ്പിനാണ്. പക്ഷെ അത്ര ഒരു ഫ്രീ ഫയറിന് അത്ര ഗ്രാഫിക്സിൽ പിടിക്കാച്ച ആപ്പിന്. അവരുടെ ടീമിനെയാണ് അവർ ഒരു റെഡ് കളറിൽ കാണിക്കുന്നത്. എത്തിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ടയറൊക്കെ വെച്ച് നോക്കിയാണ് സോഫ്റ്റ് ഇതിന്. പിന്നെ ഇതും കൊടുത്ത ദിവസം കാര്യങ്ങളൊക്കെ ഒന്ന് വരട്ടെ. ഞാൻ ഇങ്ങനെ എപ്പോഴും വല്ലതെല്ലാം വെച്ച് കൊടുക്കും. എനിക്ക് ഈ അത്ര ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ ഫസ്റ്റാവും എല്ലാവരും സെക്കൻഡത്തെ കളിയാണെന്ന് പറയും. നമുക്ക് ജിയോ ലാത്തുണ്ടായിരുന്നു. ഇവരെന്തായാലും കറവട്ടം ജയിച്ചിട്ടൊക്കെ ഉണ്ട്. കറവട്ടം ജയിച്ചിട്ടുണ്ട്. ഈ സ്പീഡ് കൂട്ടാതാണ്. ഇതിൽ പെട്രോളും ഉണ്ട്. നമുക്കൊരു ലെവലുണ്ട്. 8 ലാമ്പ് വരെയാണ് മാക്സ്. പിന്നെ 8 ലാമ്പ് പാസ്സായിട്ടുണ്ട്. ഏകദേശം 15ാം സ്ഥാനമാണ് തോന്നുന്നത്. പക്ഷെ അവരൊക്കെ 24ലൊക്കെയാണ് കിട്ടുന്നത്. സ്പീഡൊന്ന് കൂട്ടി വിടണം. അവരുടെ ഫ്രണ്ടിൽ കയറുക, സ്മോക്ക് അത് അങ്ങനത്തെ ഒരു പിടിക്കാത്ത കളി തന്നെയാണ്. പിറ്റ് ഷോപ്പാണ് ഇപ്പോൾ ഈ കാണിക്കാവുന്നത്. ടയർ മുന്നൊക്കെ കുറച്ച് ഇതുവരപ്പലാണ് കാണിക്കുന്നത്. നമ്മൾ 10ാം സ്ഥാനം നമ്മളെ ലാപ്പാണ്. ഇത് കുറേ നേരം നോക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ കഴിയും. ഒന്നും ചെയ്യില്ല. സ്പീഡ് കൂട്ടുക, പിറ്റ് ഷോപ്പ് അടിക്കുക, പെട്രോളൊക്കെ മറിക്കുക, അങ്ങനത്തെ പക്ഷേ ചെറിയ ചെറിയ പരിപാടി ഉണ്ട്. പക്ഷേ നമുക്ക് വേറെ വല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഗെയിമിൻ്റെ വീഡിയോ ഒന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ വേറൊരു ഗെയിം കൂടെ നോക്കാൻ ചോദിച്ചു. എനിക്ക് ഒറ്റ ഗെയിം വെച്ച് അങ്ങനെ പോകാൻ ഇതൊന്നുമില്ല. വേറെ ഐഡിയസ് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യാം.
നമ്മളെ ജിയോനെ അവന്മാർ തോപ്പിക്കാൻ നടക്കുന്നത്. ജിയോൻ്റെ സ്പീഡൊന്ന് കൂട്ടി വെക്കും. കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇതുപോലെ ഒന്ന് ആവാനാണ് ഇതുപോലെ ഒന്ന് കൂട്ടി ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് ജിയോന്ന് ഇട്ട് നോക്കും. നോക്കിയിട്ട് ജിയോ അവന്മാരെ ജിയോയൊക്കെ തോപ്പ് ചെയ്തത് പിന്നെ ജിയോ എന്നുള്ളൊരു കാര്യമില്ല. കാരണം ഇനി നോക്കണം നമ്മൾ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഇതിനേക്ക് പ്രതീക്ഷ. ഫസ്റ്റ് ലാമ്പാണ് പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ കണ്ടു റേഞ്ചും കാണിച്ചു ചിലപ്പോൾ കുറച്ചായി സമയം ഇനി കാണുന്നുണ്ട്. ഏരിയയാണ് നമ്മൾ തന്നെയാണ് ഈ സബ്ജക്റ്റിൽ കൊടുക്കുന്നത്. ജസ്റ്റ് അക്കൗണ്ടാണെന്ന് തോന്നുന്നുണ്ട്. വേറെ അങ്ങനത്തെ കാര്യമല്ല. പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു. ഇതിൽ നമുക്ക് സംസാരിക്കാം ഗ്യാസ്. നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം ഗ്യാസ്. ഗുഡ് ലക്ക് എന്നൊക്കെ ചെയ്യാൻ എഴുതി കൊടുക്കാൻ പറ്റില്ല. ഓപ്ഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എമോങ് അസ് ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രെൻഡിങ്ങിന് പറ്റുന്നൊരു ഗെയിമാണ് എമോങ് അസ്. ഇതിനാണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട സമയം. ഇത് ഇപ്പം 24 എന്നാണ് നമ്മളൊക്കെ ആദ്യം ലീഡിങ് ഗോളിൻ്റെയൊക്കെ കഴിഞ്ഞ് നിൽക്കാറുണ്ട്. നമ്മൾ ഇങ്ങനെ അപ്ഗ്രേഡൊക്കെ ചെയ്ത് സെറ്റാക്കിയാണ്. പിന്നെ ഞാൻ അടുത്ത ടയർ ഇത്ര ചെയ്യുന്നത് എല്ലാവരും ഒരു സ്റ്റണ്ടൊക്കെ കാണിക്കുന്നവരാണ് രണ്ടാമത്തെ ലാമ്പായിരുന്നു. ഷോപ്പിലൊക്കെ വേണ്ടി പോകുന്നത് പിന്നെ നമുക്ക് 30 കാപ്പം പോകണം. 30 കാപ്പം വരണം. പിന്നെ കുറേ പരിപാടി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നല്ല സ്പീഡ് ഉണ്ടെന്ന് ആരും എത്തുന്നില്ല. പിന്നെ ഷോപ്പിലാണ് കൊണ്ടുവരുന്നത്. കാരണം വീട് ടയർ കഴിഞ്ഞ് ശരിയാകും കാരണം ആ ടയറൊക്കെ ഇപ്പോൾ എത്തുന്നില്ല. കല്ല് പന്നി നല്ല ഏറ്റവും ലാസ്റ്റാണോ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ബാക്കിൽ ആരുമില്ല. ഏറ്റവും ലാസ്റ്റ് പിന്നെ ഞങ്ങളാണെങ്കിൽ അതിനാണ് 9-10 കഴിയുന്നത്. ആരൊക്കെയാണ് ഫസ്റ്റുള്ളവൻ്റെ ഇതിലെത്തിയിട്ടുണ്ടായിരുന്നു. അവൻ വലിയ കൊലകൊന്ന മനസ്സാണ്. നമുക്ക് ജോലി ചെയ്ത് കളിക്കുന്നത് നമ്മളെ കാറിലാണ്. ക്യാമറ ഒക്കെ വേണ്ടി മാറ്റി കാറ് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് പിക്ക് നിൽക്കുള്ളൂ. നമ്മളെ ലാപ്പിനകത്ത് പോകാൻ ലാപ്പ് 10 സ്ഥലത്തുള്ളിൽ മാസം അവനും പിക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോഴേ കൊടുത്തു വിടാൻ വെച്ചാൽ അവൻ്റെ ടയറൊന്ന് ചാർജ് ചെയ്യണം. നേരെ പറഞ്ഞു വിടാനാണ് പറഞ്ഞത്. അത് കൊടുത്തിട്ടാണ് പറഞ്ഞത് 26 റേഞ്ചാണ്. മൂന്നാമത്തെ പിക്ക്. അപ്പം നമ്മൾ പിക്ക് ഷോപ്പൊക്കെ കഴിഞ്ഞ് സെറ്റായി. പിന്നെ നല്ല കട്ടക്ക് സ്പീഡിൽ കിട്ടുന്നുണ്ട്. ഇത് പറന്ന് വരുന്നതിന് ഡൗട്ട്. ഇതിന് ലാസ്റ്റ് പോയാൽ നമ്മൾ തീർന്നു പോകാം. അത് വേറെ കാര്യം കിട്ടില്ല. ലാസ്റ്റ് നമ്മൾ മുന്നോട്ട് കണ്ടിരിക്കുന്നത് ഇതിലാണ് എല്ലാം. ഇതിനാണെങ്കിൽ ഏറ്റവും ലാസ്റ്റാണ്. ഇതിന് പറ്റുമെന്ന് എനിക്ക് ഒട്ടും ഇപ്പം പ്രതീക്ഷയില്ല. നമ്മളെ സ്റ്റാറായിട്ടുള്ള ദിവസം ലാമ്പ് 4 സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. 4 ദിവസം വളരെ ഡാമേജ് ഉള്ള ഒരു ഇതായിട്ടാണ് ദിവസം പിറ്റെത്തിയിട്ടുണ്ട്. അതിലോട്ട് കയറി പണി അടച്ചാണ് ഇതൊരു പോക്കാണ് പിറ്റേ ദിവസം പിറ്റെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാരൊക്കെ നമ്മളടുത്ത് എത്തിയ ദിവസം നമ്മൾ തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ലാപ്പില്ലെങ്കിൽ കളി പോയി. ഇവനാണെങ്കിൽ കളിച്ചത് അറിയാമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ഇവന് എത്ര സ്പീഡാക്കിയിട്ട് ഇവരായിട്ട് ആരും ഓവർടേക്ക് ചെയ്ത് പോലും ഇല്ല കേട്ടോ. നമ്മളെ ലാബിന് ഇനി വരെ നടക്കും കേട്ടോ. ലാപ്പ് ഇപ്പം പോവുകയാണ് കേട്ടോ. അവന് എല്ലാവരും വെട്ടിച്ചെന്നാണ് തോന്നുന്നത് കേട്ടോ. 19ാം സ്ഥാനമായി കേസ്. 18ആയി.
സോ ലാസ്റ്റ് കിടുക്കാച്ച സാധനമാണ് കേട്ടോ, എല്ലാവരും തോപ്പിക്കുന്നുണ്ട്. സോ അവൻ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നാണ് എൻ്റെ ഒരു അവനൊന്ന് സ്പീഡൊക്കെ അതിനൊക്കെ വെച്ച് സെറ്റാക്കി വിടാമെന്ന് വിചാരിച്ചത്. സ്പീഡ് കുറച്ച് നമ്മൾ ജിയോ 24 വയസ്സാണ് നമ്മുടെ ടീമിൽ ഞങ്ങൾ അങ്ങോട്ട് വിചാരിച്ചു. വീണ്ടും അമ്മരം നിൽക്കുന്നു. നമ്മുടെ ടീമിൽ വിട്ടുവരുന്നില്ല. അന്നേരം നമ്മൾ ജയിക്കേണ്ടത് കാണിച്ചിടാൻ വേണ്ടി വന്നിട്ട് നല്ല പണി കിട്ടി ഗൈസ്. നമുക്കറിയാം ഗൈസ്, നമ്മൾ മറ്റൊന്ന് 23 ചേർത്തല തോപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവനെങ്ങനെ തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 22 കയറാൻ പറ്റുന്നില്ല. നമ്മളുടെ 18 തന്നെയാണ് അവൻ ഇത്ര ഇതെല്ലാം അതിൻ്റെ കാര്യങ്ങൾ. ഫ്രീഫയറിൽ കുറേ വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റില്ല. ഫ്രീഫയർ തൊട്ടടുത്ത് അടിച്ചു പോകുന്നൊക്കെ പറഞ്ഞ ഒരു അങ്ങനെ പോകാതിരിക്കാൻ നേരത്തെ ചെയ്തത്. എല്ലാം മികച്ച കുറേ പേര് തന്നെ ഇപ്പോൾ പിക്ക് ഷോപ്പിൻ്റെ അത് കയറിപ്പോയിട്ടുണ്ട് സാർ. ഇപ്പം നമുക്ക് ജയിക്കാൻ പറ്റിയ അവസരമാണ് സാർ. നമ്മൾ ജിയോ പിക്ക് ഷോപ്പിൻ്റെ അവമാന ടീം പിക്ക് ഷോപ്പിൽ കയറിയത് ലാസ്റ്റ് നേരെ ഇവിടെയാണത്. നമ്മൾ ഈ ജിയോ പറഞ്ഞു തരുന്നില്ല, കാരണം നമ്മൾ 33 അതിന് പിക്ക് ഷോപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നില്ല സാർ. അത് നമ്മളെവിടെ എത്തിയപ്പോൾ അവനും പിക്ക് ഷോപ്പിൽ കയറി. സോ നമ്മളെ ഒരു കുട്ടൻ 7 ആയിട്ടുണ്ട്. നമ്മളെ അത്രമേൽ പിക്ക് ഷോപ്പിൽ കയറി നമ്മളിത് 7 ആയിട്ടുണ്ട്. നമ്മൾ ലീഡിങ് ഇപ്പം നമ്മളാണ്. നമ്മൾ പിക്ക് ഷോപ്പിൽ കയറി നമുക്കൊരു ഭാഗ്യം എന്ന് തന്നെ പറയാൻ പറ്റും, വേറെ ഒന്നുമല്ല, ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ ഇവനിപ്പോൾ 22 വയസ്സിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ കഴിഞ്ഞിരിക്കും. പിന്നെ പണി കഴിഞ്ഞിട്ടുണ്ട് 24 വീണ്ടും ആയി. എന്താണ് നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നു. പക്ഷേ 3 ലാമ്പും കൂടെ നമുക്ക് ദിവസം വേറെ ലാമ്പ് ഉള്ള ദിവസം നമ്മൾ എത്താറായിട്ടുണ്ട്. ഞാൻ ഒരു 6ാമത്തെ ആളെയും കൂടെ പെട്ടെന്നൊന്ന് പോകാമായിരുന്നു. കാരണം ഇത് വലിച്ച് നീട്ടാണ്. അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി വെക്കണോ എന്താണ് കാണിക്കുന്നത്. പക്ഷേ അവനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത്, കാരണം ഇനി അവൻ്റെ പുറകെ കയറി നിന്ന് നമ്മൾ ഇതായി പോകും. അതുകൊണ്ട് നമ്മൾ അവനെ ഓവർടേക്ക് ചെയ്ത് 6ആയി. നമ്മളിപ്പോൾ നല്ല പ്രശ്നമായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. 6ാമത്തെ ലാമ്പായി. നമ്മൾ പിക്ക് ഷോപ്പ് ഇടുകയാണ്, കാരണം ഇനിയുള്ള പിക്ക് ഷോപ്പ് ഒരുപാടാണ്. 26 ആയി കേസ്. ഇനി എത്തിയില്ലെങ്കിൽ പണി പോകും. അവൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഓരോ നാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 3ാണ് നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് പതുക്കെയാണ് പോകുന്നത്. കാരണം നമ്മളെ സ്പീഡിൽ വരുന്ന പെട്രോൾ തീരാൻ ചാൻസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ 3ാണ്. ഈ കളി ജയിച്ചാൽ നല്ലൊരു ഒരു പെട്ടിയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ അവന്മാരെ 13ാം സ്ഥാനം 19ാം സ്ഥാനം. നമ്മൾ ഇവൻ 24 തന്നെയാണ്. അപ്പോൾ ഇവന് അത്ര പ്രശ്നമല്ല. പക്ഷേ ഈ ഒരു നമ്മളെ ലാസ്റ്റ് 3ാം സ്ഥാനമാണ്. ഇവനെനിക്ക് ജന്മമെന്ന് അത്ര നിർബന്ധമില്ല. 3 4 പിക്ക് ഷോപ്പിൽ കയറിയാൽ നമ്മൾ എന്തായാലും കുടുങ്ങില്ല. വേറെ കാര്യമാണ്, എന്തായാലും നമ്മൾ കുടുങ്ങാതിരിക്കില്ല. കാരണം ഇപ്പം തന്നെ 9 ദിവസം നമ്മൾ ഔട്ടാവുമെന്ന് തോന്നുന്നതാണ്. നല്ല മനസ്സ് പറയാൻ നമ്മൾ ഔട്ടാവുന്നതാണ്. ആ പിക്ക് ഷോപ്പിൽ കയറിയില്ലെങ്കിൽ നമ്മൾ ഔട്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം വേറെ ഇനി വളമൊക്കെ കഴിഞ്ഞ ഔട്ടായി സ്ക്വയറിലല്ല നമ്മൾ എല്ലാം തീർന്നു. പിക്ക് ഷോപ്പ് എത്തി നമ്മൾ ഇങ്ങോട്ട് വേഗം കയറുന്നു. നമ്മൾ കയറി കേസോ ടയർ പോയി. പക്ഷെ നമ്മൾ കയറി പെട്ടെന്നായിരുന്നു എല്ലാം. പക്ഷെ നമ്മൾ ടയർ പോയതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് അവിടെ എത്തിയത്. രാത്രിയോടെ നമ്മൾ ജിയോ ഇവിടെ പെട്രോൾ തീർന്ന് കിടക്കുകയാണ്. അവിടെ കയറി വാട ഒന്നുമില്ല. സാമാന്യ ഒരാൾ 23 കേസ്. എന്തോടെ ഇവനെ നോക്കിയാണെങ്കിൽ ഇതിൻ്റെ പണി ചെയ്തിട്ട് വേറെ കഴിയണം. എന്താണ് നമ്മൾ സ്പീഡ് കൂട്ടിയാണ് നമ്മൾ കറക്റ്റൊക്കെ സ്പീഡ് കൂട്ടി വിടുകയാണ്. നമ്മൾ 6ആയി 3 നമ്മളാണ്. സ്പീഡിന് നമ്മൾ തന്നെയാണ്. കാരണം നമ്മളൊന്നും പിക്ക് ഷോപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ പേർക്ക് പിക്ക് ഷോപ്പിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവന്മാരുടെ ഇതൊക്കെ
എഫക്റ്റ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് മനസ്സിലായി കാണിച്ചാൽ നമ്മളെ ജിയോ കിട്ടുന്ന പെട്രോളിൽ നമുക്ക് ജിയോ കിട്ടൊക്കെ തീരുന്നു. വേറെ കാര്യം സ്വാഭാവിക തീരും. പക്ഷെ അവൻ പെട്രോൾ എങ്ങനെ കേൾക്കുമെന്ന് സ്പീഡ് കൂട്ടിയുണ്ട്. നമ്മളെ ജിയോ 17ാം സ്ഥാനം. മോനെ പോലീസാരെ അമ്മമാരെല്ലാം വെട്ടിച്ച് നമ്മൾ വീണ്ടും 17 എത്തി. നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് നമുക്ക് ജയിപ്പിച്ചേരാൻ വേണ്ടി പോകുന്നു. സന്തോഷം, വളരെ സന്തോഷം. നമ്മൾ ഈ കളിക്ക് ജയിക്കുന്നുണ്ട്. കുറേ ലെന്തി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇത്ര നേരത്തെ എടുക്കുന്നൊക്കെ പറഞ്ഞാൽ കുറേ ലെന്തിയാണ്. ഇപ്പം നമ്മളെ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഈ ടീം വെച്ചിട്ടായിരിക്കും നമ്മൾ കുറേ കണ്ടന്റ് ഇടാൻ പോകുന്നത്. ഈ ഗെയിം ചിലർക്കൊക്കെ അറിയില്ല. ഇത് പുതിയൊരു ഗെയിമാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങിയൊരു ഗെയിമാണ്. പക്ഷേ ഇടയ്ക്കാണോ കുറേ വർഷമായിട്ടാണ് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. പക്ഷേ 8 ലാമ്പായിട്ട് നമ്മൾ ഇവനും കൂടെ കയറുന്ന വരെ ഈ കളി നടക്കുന്നു. ഇവന് കയറിയിട്ട് നമുക്ക് മൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ ഇവർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗെയിം നമ്മൾ എടുക്കുന്നുണ്ടെന്നൊന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഇത് ചെയ്യാനല്ല. നാളെ സെറ്റായിട്ടൊരു കണ്ടന്റുള്ളൊരു വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് വന്നത്. ഇവൻ കയറി 17 നമുക്ക് ആയി. നല്ല എത്ര പെട്രോൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടിന്യൂ അപ്പോഴാണ് മനസ്സിലായി തീർന്നില്ലേ. ഇനിയും തീർന്നില്ലേ. ഇനി നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വേറെ ന്യൂസ്. കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇനിയാണെന്ന് തോന്നുന്നു ജയിക്കുന്ന ഇതോള് തീരണമെങ്കിൽ തീരട്ടെ. എനിക്കത് ഇത്ര നേരം കാത്തിരിച്ച് ഇത് കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നില്ല. 8 കറക്റ്റാപ്പനെ നമ്മൾ കേൾക്കില്ല. അങ്ങനെയാണ് കണ്ടപ്പനായി എൻ്റെ മോനെ ലാസ്റ്റ്. ഇപ്പം നമ്മൾ സ്ലോ ഡൗൺ ആക്കാനായി വരുമ്പോൾ നമ്മൾ ജയിക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് വന്നു ഇതായിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മളെ ജിയോയുടെ സ്കൂളിൽ പോയി. അതുകൊണ്ടല്ലാതെ ജിയോ കയറിയാണ്. ഇപ്പം വീട് കഴിഞ്ഞിട്ട് സമയം നോക്കണം. നമ്മളെ ജോണിൻ്റെ പൈസയും എല്ലാ ദിവസങ്ങളും ചേർത്ത് നമ്മൾ വെച്ച് വെച്ചിട്ടാണ് വൈകിട്ട് കളിക്കുന്നത്. ആദ്യം വെച്ച് നമ്മൾ എടുക്കണം. അത് വേറെ എനിക്കറിയുന്ന വന്നാൽ 20-ഉം 17-ഉമാണ് നമ്മളെ ടീം നെട്ടെല്ലാം പോയി. നമ്മൾക്ക് ലാസ്റ്റ് ഒന്നാം ഗോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കടിക്കാവുന്ന നോക്കട്ടെ. കളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ജോണ് 11 നമ്മൾ 8-ആണ് വയസ്സായ നമുക്ക് ബെറ്റ് വെച്ച് അവന് തരാനുള്ള പൈസയും തരാനുണ്ടായിരുന്നു. അവനെയൊന്ന് ബെറ്റ് വെച്ചെടുത്താൽ ആ ഒരു പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. 2000 രൂപയിൽ ക്രേറ്റൊക്കെ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് കിടക്കാച്ച് പുതിയ സാധനങ്ങളൊക്കെ വരും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിന് നല്ല നല്ല ഗെയിം പ്ലേ വീഡിയോസ് ഇതിൻ്റെ ബന്ധപ്പെട്ട് വരും. നമ്മളിപ്പോൾ 12ാം സ്ഥാനമാണ്. നമുക്ക് 4000 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ പെട്ടി ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു പെട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ കളി കളിച്ചത് പറഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. ബൈ.